ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഇവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോകുന്നത് കേട്ടോ. താമസിച്ചൊക്കെ തന്നെയാണ് എണീറ്റത്. കാര്യം മോന് ട്യൂഷന് പോയാൽ മതി, സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അങ്ങനെ ഒന്ന് പുറത്തൊക്കെയുള്ളൊരു ഭംഗിയൊക്കെ നോക്കി കേട്ടോ. നല്ല ഏകദേശം ഒരു 7 മണിയോളം ആയി കേട്ടോ. അങ്ങനെ രാവിലെ നല്ലൊരു ചായയൊക്കെ ഇട്ടൊക്കെ കുടിച്ചു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനങ്ങ് വിട്ടുപോയേ. എന്നിട്ട് മോനെ അത് കഴിച്ചിട്ട് ട്യൂഷന് പറഞ്ഞു വിട്ടതിന് ശേഷം ഉണ്ടല്ലോ, അരി നല്ലോണം തിളപ്പിച്ച് വെച്ചു. അരി തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം വേവ് കുറവുള്ള അരിയാണ്. പക്ഷേ അതുമല്ല, അരി തീരാറുമായി കേട്ടോ. പിന്നെ തലേ ദിവസം വാങ്ങിച്ച അയില ഉണ്ടല്ലോ, നല്ല ഫ്രഷ് അയിലായിരുന്നു കേട്ടോ. അത് കട്ട് ചെയ്ത് എല്ലാം വൃത്തിയാക്കി എടുത്തു. മസാലയൊക്കെ അറിയാമല്ലോ, നാടൻ രീതിയിൽ വെക്കുന്ന അയിലക്കറി. അങ്ങനെ എല്ലാം കൂടെ അരച്ച് എന്നിട്ടുണ്ടല്ലോ, നിറയെ മറ്റേ ഉണ്ടമുളകുണ്ടല്ലോ, അന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ അത് ഈ മുളകൊക്കെ നല്ല രീതിയിൽ ഈർപ്പമൊക്കെ മാറ്റി ഒരു പാത്രത്തിലിട്ട് അടച്ച് വെച്ചാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ 1 മാസം 1.5 മാസമൊക്കെ ഇരിക്കും. കരിവേപ്പില ആയിക്കോട്ടെ മല്ലിയില ആയിക്കോട്ടെ അതേ രീതിയിൽ ചെയ്തിരുന്നാൽ മതി. നല്ല വായു കിടക്കാത്ത അടപ്പുള്ള പാത്രത്തിൽ അടച്ചു വെച്ചാൽ മുളകിനോ മല്ലിയിലയ്ക്കോ മറ്റേ ചീരയ്ക്കോ അങ്ങനെയുള്ള ഒരു ഇലകൾ വർഗ്ഗങ്ങൾക്കും പിന്നെ മുളക് അങ്ങനെയുള്ള ഒന്നിനും കേടുകൂടാതിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ എത്ര നാളായി ഞാൻ ആ ഉണ്ടമുളക് വാങ്ങിച്ച ആ ഒരു വീഡിയോ വാങ്ങിച്ചതും കാണിച്ചത്. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് അതിനൊന്നും ആ മുളകിനൊന്നും ആ ഒരു പച്ചപ്പ് കൂടി മാറിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ആ കറിയൊക്കെ അരച്ച് അടുപ്പത്തൊക്കെ വെച്ചതിന് ശേഷം അയില വറക്കാൻ എടുത്തിട്ടില്ല. ഈ അയിലയൊന്നും മൊത്തത്തിൽ വറുത്തൊന്നും എടുക്കുന്നില്ല, 2-3 എണ്ണം വറക്കുന്നതേ ഉള്ളൂ കേട്ടോ. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അങ്ങനെ മസാല എല്ലാം പുരട്ടി ഒക്കെ എടുത്തു. കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വറക്കുന്ന മീനിൽ മസാലയുടെ കൂടെ ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കും കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ നല്ല തിളച്ച് വന്നപ്പോൾ ആ മുളകിൻ്റെ മണം ഉണ്ടല്ലോ, നല്ല മൂക്കിലോട്ടടിക്കുന്ന കേട്ടോ. സത്യമാണ് അല്ലേ? ഇങ്ങനെയുള്ള ഈ മണമുള്ള മുളകൊക്കെ ചേർക്കുമ്പോൾ നല്ലതല്ലേ. പിന്നെ ഉലുവാപ്പൊടിയും കൂടെ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചട്ടി എടുത്ത് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് മീൻ ഓരോന്നായിട്ടിട്ട് കേട്ടോ. ഒരു 4 എണ്ണം എടുത്തിട്ട് കേട്ടോ. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് കുറച്ചധികം പണികളുണ്ടായിരുന്നു, വീടൊതുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഇനി മുന്നോട്ട് അത് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരിക്ക് ഞങ്ങളെ വീട്ടിലെ ചക്ക കൊടുത്തപ്പോൾ ഒരു പീസ് ചക്ക അവൾ എനിക്ക് തന്നുവെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് കറി വെച്ചെടുക്കാം. പക്ഷേ കട്ട് ചെയ്യുന്നതും അരിയുന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കട്ട് ചെയ്ത് കൊച്ചൊരു പാത്രത്തിലാക്കി വെച്ചിട്ട്. അപ്പോൾ ഏട്ടൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഉണ്ണിയപ്പം കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ഏട്ടനും മക്കളും കൂടാണ് പോയത്. മൂത്തമ്മ പോയില്ല, ട്യൂഷന് പോയി ഇളയവനെയും കൂടാണ് പോയത്. എനിക്ക് രാവിലെ ഒരുപാട് ജോലിയുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല രീതിക്ക് കുഴഞ്ഞു വന്നിട്ടുണ്ട്. വരിക്കച്ചക്കയാണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചക്ക. അതൊക്കെ അറിയില്ലേ, വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുമുണ്ട്. അങ്ങനെ നല്ല രീതിക്ക് കുഴഞ്ഞു വന്നിട്ട് ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ചക്കയിൽ കുരുമുളകോ? ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചക്കയിൽ കുരുമുളകൊക്കെ ചേർക്കും. ചിലപ്പോൾ കുക്കറിൽ ഇട്ടുമാണ് വെക്കുന്നത്. ഇത് പിന്നെ അങ്ങ് അല്ലാതെ എന്തോ ഒരു തോന്നി അങ്ങ് വെച്ചു. അങ്ങനെ എടുത്തപ്പോൾ ഉണ്ടല്ലോ, ഇളയവൻ്റെ കൂട്ടുകാരൊരു പട പോലെ വന്നു. അങ്ങനെ അവരെല്ലാം കൂടെ നിന്ന് അതിനകത്ത് കുറച്ച് മീനുണ്ട് കേട്ടോ. എല്ലാം കോരിക്കൊണ്ടുപോയി. കരിഞ്ഞതിനകത്ത് ഒന്നുമില്ല. എപ്പോഴും വന്ന് ഈ മീനപ്പിടുത്തമാണ്. ഞാൻ പറഞ്ഞു എല്ലാം കൊണ്ടുപോയിക്കും എന്ന് പറഞ്ഞപ്പോൾ പറയാം, ഇല്ല ഞങ്ങൾ വരും, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേറെ മീനുമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പിള്ളേർ കളിച്ച് സൈക്കിൾ ചവിട്ടിയൊക്കെ പോയി. അപ്പോൾ ഉണ്ടല്ലോ ഏട്ടൻ്റെ ഫ്രണ്ട്സുകളെല്ലാം വരുന്നത്. ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടുത്തെ വീടിന് തൊട്ടടുത്തുള്ളതാണ്. ഇവിടുത്തെ പിള്ളേരാണ് പോലാണ് കേട്ടോ. ഇവിടുത്തെ വീട്ടിലൊരു അങ്ങനത്തെ പോലാണ് ഇവരൊക്കെ. അങ്ങനെ അവരൊക്കെ വന്ന് കുറച്ച് നേരം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ വയലിൻ വായിക്കും കേട്ടോ. വയലിൻ എടുത്തുകൊണ്ട് വന്ന് മറ്റവൻ കളിയാക്കുകയാണ് കേട്ടോ അവനെ. എൻ്റെ ആ പാവ ഇളയതിനെ എല്ലാവരും കൂടെ ശശിയാക്കി കേട്ടോ. അങ്ങനെയല്ല, അവൻ വായിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അതിലൂടെ ശ്രദ്ധിക്കുന്നില്ല. കാര്യം പഠിത്തത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ഇതങ്ങ് കുറച്ച് പിറകിലോട്ടായി പോയിട്ട് വായിക്കും മോൻ. പക്ഷെ കുറച്ച് നാളായി വായിച്ചപ്പോൾ അതിൻ്റെ എല്ലാം എന്തൊക്കെയോ സാധനങ്ങൾ ലൂസാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് വന്നത്. അവൻ മോൻ നല്ലോണം വായിക്കുന്നൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ മൂത്ത മോനുണ്ടല്ലോ, നീന്തൽ അറിയാം. കുറേ ദിവസം കൊണ്ടേ പറയുന്നു, അമ്മ നീന്തിക്കാൻ കൊണ്ടുപോകും. എനിക്കറിയത്തില്ല ഈ ഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ. അങ്ങനെ വന്ന ബബിലു എന്ന് പറഞ്ഞ പയ്യനുണ്ട്. ബബിലു പറഞ്ഞു, അതായത് ഇവിടുത്തെ വീടിനടുത്തുള്ള ബബിലു മാമൻ പറഞ്ഞു, എന്നാൽ പിന്നെ അവിടെ ഒരു നീന്തൽക്കുളം ഉണ്ട്, അങ്ങോട്ട് കൊണ്ട്. അങ്ങനെ അതും കേട്ടോട്ട് ചേട്ടൻ എന്നാൽ പിന്നെ വാന്ന് പറയും. ഇതെല്ലാം പ്ലാസ്റ്റിക് ചെടിയാണ് കേട്ടോ. ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ നല്ലൊരു ഇതായിട്ട് തോന്നുന്നു. അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക്കാന്ന് മനസ്സിലായി. പക്ഷേ നല്ലൊരു സ്ഥലം കേട്ടോ. ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഏകദേശം ഒരു 4-5 കിലോമീറ്ററിനകത്ത് ഇങ്ങനൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏട്ടനെ അറിയാമോന്നും എനിക്കറിയത്തില്ല. ഏട്ടൻ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കൊച്ചു പാർക്ക് തന്നെ ഉണ്ട് കേട്ടോ അവിടെ. വൈകുന്നേര സമയങ്ങളിലായിക്കോട്ടെ ഉച്ചയ്ക്കൊക്കെ ആയിക്കോട്ടെ ഇപ്പോൾ എല്ലാവർക്കും വന്ന് അവിടെ ഒന്ന് ഇരിക്കാൻ പറ്റി. നമ്മുടെ പാർക്ക് അറിയാമല്ലോ, ഇനി എന്തോ പറയുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ നീന്തൽക്കുളം
വലുതാണ്, പൂള് വലുതാണ് കേട്ടോ. മോൻ പഠിക്കാൻ പോയ സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ മോൻ പറയുന്നു അത് ചെറുതാണ്, ഇത് വലുതല്ലേമ്മ, അത് കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് വേണ്ട ആവശ്യത്തിനുള്ള ആഴവുമുണ്ട്, പക്ഷേ ഡൈവിംഗ് ഒന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ മോൻ നീന്തൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് മോനെ ഒന്ന് മറക്കാണ്ടിരിക്കാനും കൂടെ വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് നാളുകൊണ്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ മോൻ്റെ പഠിത്ത സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് ഇത് ഇങ്ങനെ വരാൻ പറ്റാത്തത്. ഇപ്പോൾ ഏട്ടനുള്ളതും നമ്മൾ ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഇളയവന് ഒന്ന് ഇറക്കി, പക്ഷെ മണ്ടത്തരമായി പോയിട്ട് ആ സമയം കൊണ്ട് ചേട്ടനെ ഇറക്കിയാൽ മതിയായിരുന്നു, ചേട്ടൻ നീന്തിയാനെ. ഇളയവന് ഇറക്കി വെറുതെ പൈസ കൊടുത്ത് കളയേണ്ടിരുന്നു. അവൻ ആ പടിയിലിരിക്കുന്ന അല്ലാതെ അവൻ ഒന്ന് അനങ്ങി ഓടിയില്ല. ലാസ്റ്റ് എൻ്റെ മൂത്തവന് ദേഷ്യം വന്ന് അവനെയും പിടിച്ചുകൊണ്ടങ്ങ് കുറേ അങ്ങ് നടത്തിച്ചതല്ല, ആ ഒരു ഇതിനകത്തൂടെ അങ്ങ് എഴയിപ്പിച്ചു. അങ്ങനെ നിലയൊക്കെ വിളിച്ചോട്ടെ കിടന്ന് ഒരുപാട്. അങ്ങനെ പിന്നെ അവനെ നല്ല രീതിക്ക് തുടച്ചെടുത്തോട്ടെ. എനിക്കൊരു പേടിയായിരുന്നു, ഈ ജലദോഷവും തുമ്മലും വീസിങ്ങൊക്കെ വരുന്നവനാണ്. അങ്ങനെ തുടച്ചൊക്കെ എടുത്തിട്ട് അവിടുത്തെ വ്യൂ കേട്ടോ നല്ല സന്ധ്യയപ്പോൾ നല്ല ഒട്ടിപ്പൊളി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇനി ഏട്ടൻ വന്നാലും ഞാൻ അങ്ങോട്ട് ഏട്ടനെ വിളിച്ചുകൊണ്ട് പോകും കേട്ടോ, നല്ല സ്ഥലം. എന്നിട്ട് അവിടെ ഇരുന്നപ്പോൾ ഏട്ടനൊരു ചായ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് നല്ല തലവേദനയുണ്ട്, പിന്നെ മൊത്തത്തിലൊരു വയ്യായികയുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. വീട്ടിലേക്ക് സാധനങ്ങളും തീർന്നു കേട്ടോ, കാര്യം അരി തീരാറായി. അതുകൊണ്ട് അരി വാങ്ങിക്കാനായിട്ടൊക്കെ ഒന്ന് പോയേ. അപ്പോഴേക്കും നല്ല ട്രാഫിക് കേട്ടോ, എത്ര നേരമോ കിടന്ന് എന്തെന്നില്ലാത്ത ഒരു ട്രാഫിക്കായിരുന്നു. കാര്യം സാധാരണ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നതാണ്, പക്ഷേ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കടയിലൊക്കെ കയറി. ഞാൻ സ്ഥിരം പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ, മേത്തർ. അങ്ങനെ അവിടെ കയറി ആദ്യം നേരെ പോയത് അരിയാണ്. കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാം ചെയ്താലും ലാസ്റ്റ് വന്നൊരു ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഈ അരിയുടെ വേവിലാണ് കേട്ടോ. കാര്യം അരി വെന്താലല്ലേ ബാക്കി കാര്യങ്ങളെല്ലാം അതിനകത്താക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ചേച്ചിയെടുത്ത് എല്ലാ ബോക്സിലും അരി എടുത്ത് വെക്കിട്ട് ഇത് വേവുണ്ടോ, ഇത് ഏതാണ് വേവ് കുറവ്. അങ്ങനെ ചേച്ചി പറഞ്ഞു എന്നാൽ പിന്നെ അത് തന്നെ എടുക്കുക, ആവശ്യത്തിനുള്ള വേവേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ അരി തന്നെ എടുത്തു കേട്ടോ. എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, എവിടെ പോയാലും പേപ്പറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോണിലെങ്കിലും ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകണമെന്ന് എന്തൊക്കെ വേണമെന്നുള്ളത്. പക്ഷേ ഞാൻ മറന്നു പോകും. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ വീണ്ടും ഓർത്തു പല കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയ്ക്കൊന്നും ഒരു വിലക്കുറവുമില്ല, വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് അക്കറി സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ പോയി ഇരുന്നു കേട്ടോ. എനിക്കങ്ങ് എന്തോ ഒരു ക്ഷീണം പോലെ. അങ്ങനെ ഇളയവൻ വന്നിട്ട് ഒരു അമ്മ അത് വാങ്ങിച്ചു തരും, ഇത് വാങ്ങിച്ചു തരും. ഞാൻ പറഞ്ഞ് നടക്കത്തില്ല, അതോ അങ്ങോട്ട് പോയി പറയാൻ പറഞ്ഞു അവൻ്റെ അച്ഛൻ്റെ അടുത്ത്. അങ്ങനെ അച്ഛൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചെടുത്തു കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ ഒരു ബോക്സിനകത്താക്കി തന്നു കേട്ടോ. നമ്മൾ ചാക്കോ ബിഷോപ്പറോ ഒന്നും കൊണ്ടുപോയില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് ഒരു പള്ളിയുടെ എല്ലാ പണികളും തീർന്ന് ഉദ്ഘാടനമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അങ്ങനെ അത് കാണാൻ ആ വഴി പോവാടി എന്ന് പറഞ്ഞപ്പോൾ വന്നു കേട്ടോ. നമ്മുടെ ഈ അമ്പലങ്ങളിലൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യത്തില്ലേ ഉത്സവ സമയത്ത്, അങ്ങനെയുള്ള നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു, ഏകദേശം കുറച്ച് കിലോമീറ്ററുകളുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് കണ്ടുപോയി കേട്ടോ. ഈ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണുമ്പോഴുണ്ടല്ലോ നമ്മുടെ അമ്പലത്തിൽ ഉത്സവ സീസണാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇപ്പം വൃശ്ചികം ആവാറായില്ലേ, കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ ഉത്സവ സീസണാവും. അപ്പോൾ ഓരോ അമ്പലം കഴിഞ്ഞിട്ട് അടുത്ത ഉത്സവം, ആ അമ്പലം കഴിഞ്ഞിട്ട് അടുത്ത ഉത്സവം, പിന്നെ പൊങ്കാല, പായസം, ഊണ്, സദ്യ, അതൊക്കെയല്ലേ ഇങ്ങനെയുള്ള ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണുമ്പോൾ എനിക്ക് വേഗം ഓർമ്മ വരുന്നത്. അതിൻ്റെ കൂടെ ആകുമ്പോൾ ഓരോ സൈഡിലും ഓരോ മൈക്ക് സെറ്റും കൂടെ, ആ സമയത്തെ പാട്ടുകൾ, പഴയകാല പാട്ടുകൾ, അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പഴയ കാലത്തിലോട്ട് ഓർമ്മ വരുന്നു. അത് ഇപ്പോഴും ഉള്ളതാണോ എനിക്കറിയത്തില്ല, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാറില്ലേ? കാര്യം ചെറിയ സൗണ്ട് വെച്ചാൽ ഇവിടെ തന്നെ ഈ ടി വിയുടെ സൗണ്ടൊക്കെ തന്നെ ഒരുപാടാകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ അമ്പല സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതു സ്ഥലത്തോ ഒരു പാട്ടൊക്കെ ഇട്ടാൽ ഏതോ ഒരു കാലത്തിലോട്ട് നമ്മൾ പോകത്തില്ലേ. പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറുമ്പോൾ കേൾക്കുന്ന പാട്ടുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സുഖം കിട്ടത്തില്ല, ഒറ്റയ്ക്കിരുന്ന് കേട്ടാലും ആ സുഖം കിട്ടത്തില്ല. അങ്ങനെ കണ്ടു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.